കമാൽ പാഷ, റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കമാൽ പാഷ, നോക്കൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി കൂടി വരികയാണ്. എന്താണോ ആദ്യ പരാതിക്കാരി പറഞ്ഞത്, സമാനമായ നിലയിലുള്ള ഒരു പരാതി കൂടി വീണ്ടും വരുന്നു. KPCC നേതൃത്വത്തിന് കിട്ടിയ പരാതി ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളത്തെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ രണ്ട് ഒരേ സ്വഭാവത്തിലുള്ള പരാതി വന്നത് ആ മുൻകൂർ ജാമ്യാപേക്ഷയെ എങ്ങനെ സ്വാധീനിക്കും എന്നാണ് കരുതുന്നത്? അല്ല, വീണ്ടും വീണ്ടും ഉള്ള പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അത് ആ പ്രതിയായിട്ടുള്ള ആൾക്ക് കുറെ അഡ്വൈസ് ആയിരിക്കും അങ്ങനെയുള്ളത്. ഇപ്പൊ ഇയാളെ പിടിക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളെ കേരള പോലീസിന് പിടിക്കാൻ വയ്യാത്തൊന്നുമല്ല. ഇതിലെ ഈ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം നമ്മൾ കേട്ടിട്ടില്ലേ, പൂച്ചയിലെ എലിയായിട്ട് കളിക്കുന്നേ, ആ പണിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം, അതുപോലെ PM ശ്രീ, പിന്നെ അതുകൂടാതെ ഇപ്പൊ ലേബർ കോഡിന്റെ അതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്തത്, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ശകലം ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു ഈ പാർട്ടി. അവരുടെ രണ്ട് നേതാക്കൾ, CPMന്റെ രണ്ട് നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് അതൊന്ന് കൊഴിപ്പിക്കാൻ, അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം വീണ് കിട്ടിയതല്ല. യഥാർത്ഥത്തിൽ അത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്നുള്ളതിനെ കുറിച്ച് പുറത്ത് വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പെട്ടതോ അയാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയറി നടക്കുന്നവനുമാണ്, ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. ഇപ്പൊ പുതിയത് വന്നെന്നൊക്കെ പറയുന്നു. ഏതായാലും അയാള് ഇവിടെ ഇവർക്ക് പിടിക്കാൻ വയ്യാത്തൊന്നുമല്ല, അയാളെ ഇവർ വിട്ടേക്കാണ് അവര് ആവശ്യം വരുമ്പോ. കാരണം പിടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് തീർന്ന് ഈ പ്രശ്നം അവിടെ തീരുകയാണ്. അപ്പൊ പിടിക്കുന്നത് വരെ അയാളെ പിടിക്കാൻ പോകുന്നു, അയാൾ അങ്ങോട്ട് പോകുന്നു, എല്ലാ ജില്ലയിലും അത് പറഞ്ഞ് കൊണ്ടുപോകണം. അല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല, വേറെ ഒന്നുമല്ല. ജസ്റ്റിസ് കമാൽ പാഷ, അങ്ങനെയും പറയാം. പക്ഷേ നോക്കൂ, നേരത്തെ സിദ്ദിഖിന്റെ കേസിൽ മറ്റ് പല ലൈംഗിക ആരോപണ കേസുകളിലും സമാനമായ നിലയുണ്ട്. അവർക്ക് ഏത് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം കിട്ടുന്നു അതുവരെ കാത്തിരിക്കുന്ന അന്വേഷണ സംഘങ്ങളെ നമുക്ക് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ വിഷയങ്ങൾ കൊണ്ടാകാം, ഒരുപക്ഷെ ഈ വിഷയങ്ങളിലുള്ള പൊതു സമീപനം എന്ന നിലയിൽ പോലും കാണാം നമുക്കത്. അങ്ങനെയും പറയാൻ പറ്റും. പക്ഷേ ഇത് അതൊന്നുമല്ല. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ നിർദ്ദേശം കാണും ഈ കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. അല്ലാതെ ഇയാളെ കേരള പോലീസിന് പിടിക്കാൻ വയ്യാത്തൊന്നുമല്ല. അയാൾ പാലക്കാട്ടിൽ നിന്ന് പോയി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ ആ കാരണത്തോ ഈ കാരണത്തോ ഇവർക്ക് പിടിക്കാൻ വയ്യാത്തതാണോ? ഇവര് നല്ല കള്ളന്മാരെ ഇവര് പോയി പിടിച്ചോണ്ട് വരുമല്ലോ. ഇയാൾ ഒരു MLA ആയിരിക്കുന്ന ഒരാളല്ലേ, അയാളെ അറിയാൻ വയ്യാതൊന്നുമില്ല. അതുകൊണ്ട് പിടിക്കാൻ വയ്യാത്തതൊന്നുമല്ല, അത് ഊരി വിട്ടേക്കുന്നതാണ്. അത് സമയമാകുമ്പോ ഇതിന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് പിടിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പൊ തൽക്കാലം ഇതൊന്ന് കൊഴുപ്പിച്ച് ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഇതൊന്ന് നിർത്തണം. ഈ 9-ാം തീയതി കഴിയാതെ ഇയാളെ പോയി പിടിക്കുകയല്ല അവര്, നോക്കിക്കോളൂ നിങ്ങള്. ഇപ്പോ അവിടെയാണ് കോടതി നാളെ എടുക്കുന്ന നിലപാട് എന്ത് എന്നത് പ്രസക്തമാകുന്നത്. ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ജാമ്യാപേക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ മറ്റൊരു പരാതി കൂടി വരുമ്പോൾ കോടതി സ്വാഭാവികമായും അത് പരിഗണിക്കും. അത് നോക്കിക്കാണാനുള്ള സാധ്യതയുണ്ടോ? അന്വേഷണ സംഘം ഒരുപക്ഷെ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അതിനെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കോടതി കാണുമോ? അല്ല, അത് ഇതുപോലെ തന്നെ അതിനകത്ത് FIR എടുക്കണം. അതൊക്കെ എടുത്താലേ മാർഗമുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു പരാതി ഒന്നും എഴുതി കൊടുത്താലൊന്നും അതൊന്നും കോടതി പരിഗണിക്കണമെന്നില്ല. അത് ശരിയായ വാലിഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ യഥാർത്ഥത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യണം. ക്രൈം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് കോടതിയുടെ ജുഡീഷ്യൽ നോട്ടീസിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ നിന്ന് അവർക്ക് എഴുതി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നതെങ്കിൽ, താങ്കൾ തന്നെ സൂചിപ്പിച്ചു 9-ാം തീയതി വരെ ഈ അറസ്റ്റ് നടക്കാൻ പോകുന്നില്ല എന്ന്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ വീണ്ടും അറസ്റ്റ് ഒഴിവാക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സാധ്യമാകുമോ? അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? അതൊന്നും കാര്യമില്ല. അവിടുന്ന് തള്ളിക്കഴിഞ്ഞാൽ അയാൾ ഹൈക്കോടതി കൊടുക്കും ആ നിമിഷം തന്നെ അവിടെ. അപ്പൊ പറയും അവിടെ ഹൈക്കോടതിയുടെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോ അത് ആ രീതിയിൽ പറഞ്ഞു നിൽക്കാം. അപ്പൊ അത് ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഇത് അനുവദിക്കോ തള്ളുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പോൾ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം ജാമ്യം കിട്ടാനുള്ള സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ആ ബലാത്സംഗ പരാതിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്റെ അഭിപ്രായത്തിൽ അത് അയാൾക്ക് ജാമ്യം കിട്ടാനുള്ളതാണ് അതിനകത്ത്. പിന്നെ മറ്റേ മിസ്കാരേജ് അത് മാത്രമേ ഉള്ളൂ. അതിന്റെ കാര്യത്തിൽ എന്താണെന്ന് എവിഡൻസ് കാണാതെ എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ.
കാരണം അതിന് എന്റെ എവിഡൻസ് ഒന്നും എന്റെ കയ്യിൽ ഇല്ലാതാനും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. ശരി, വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. കോടതിക്ക് മുന്നിൽ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുക സാധ്യമല്ല. പക്ഷേ വീണ്ടും ഒരു പരാതി കൂടി സമാന സ്വഭാവത്തിലുള്ളത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പക്ഷേ അത് മുൻകൂർ ജാമ്യാപേക്ഷയെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി നിൽക്കാൻ വേണ്ടി അറസ്റ്റ് ഒഴിവാക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി, അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കമന്റാണ്, അതുകൂടി അദ്ദേഹം നടത്തുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ് ഭരണപക്ഷം എന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് ഏതെങ്കിലും തരത്തിൽ അനുകൂല സാഹചര്യം സൃഷ്ടിക്കും എന്ന് കാണാൻ വയ്യ. കാരണം ഇത്രയും ഗുരുതരമായ ഒരു പരാതിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. മാത്രവുമല്ല സമാന നിലയിലുള്ള മറ്റൊരു പരാതി കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തേക്ക് വരികയാണ്. നേരത്തെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണ്. തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് പരാതിയില്ല എന്നതായിരുന്നു ഇതുവരെ മുന്നോട്ട് പോകുന്നതിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിപ്പിക്കുന്നതിൽ, കാര്യങ്ങൾ അറിയുന്നതിൽ, ഒരു നടപടിയിലേക്കൊക്കെ കടക്കുന്നതിൽ തടസ്സമായിരുന്നത്. എങ്കിൽ ഇപ്പോൾ അവരുടെ മുന്നിൽ പരാതി വന്നിട്ട് 6 ദിവസമാകുന്നു, എന്നിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ഇല്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ കബളിപ്പിച്ച് പല സ്ഥലങ്ങളിലായി ഏതാണ്ട് 3 സംസ്ഥാനങ്ങളിലായി കറങ്ങി നടക്കുന്നു എന്ന് വരുമ്പോൾ അത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചും ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അധികം തുടരാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. വി വിനോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്.